ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ബാക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഒരു ചതച്ചിൽ, ബാക്ക് ബ്രേക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങിൻ്റെ ആണ് കംപ്ലയിൻറ്റ്. ഗിയർ ബോക്സ് ബെയറിങ് ഫുള്ള് ഡാമേജ് ആണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചാലാണ് അത് മാറ്റാൻ പറ്റുള്ളൂ. ഗിയർ ബോക്സ് ഫുൾ സെറ്റായിട്ട് നമുക്ക് അഴിച്ച് പീസാക്കണം. അതായത് ബാക്കിയത്തെ ബെയറിങ്ങിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബെയറിങ്ങാണ് നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഡാമേജിലേക്ക് എത്തിയാണ്. അപ്പോൾ അത് മാറ്റാം. ഗ്യാസ്കറ്റുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം, ഓയിൽ സീൽ മാറ്റണം. അത്രയാണ് ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ മാക്സിമം ടൈറ്റ് ചെയ്തൊരു ഇതായേക്കണമാണ്. കേബിളല്ല, ലൈനർ. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണമാണ് സേഫ്. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് ഈ ലൈനർ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് കിടന്ന് ഓടിയിട്ട് അലൈൻമെൻറ്റ് ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു പിടിക്കാത്തൊരു കണ്ടീഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. ഞാനത് സെറ്റ് ചെയ്ത് നോക്കാം. അഡ്ജസ്റ്റിങ് നമുക്കിപ്പോൾ ഈ ബ്രേക്ക് കേബിളുമുള്ള അഡ്ജസ്റ്റിങ് വരാം. ഏകദേശം എത്രത്തോളം അഡ്ജസ്റ്റ് ആയി നിൽക്കുന്നുണ്ട്. നിസ്സാരം കൂടി ഉള്ളൂ. അപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കാം. മറുപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനർ മാറ്റിയിടേണ്ടി വരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ മതി. ഇവിടുത്തെ ഓയിൽ സീലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ഓയിൽ ലീക്ക് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഉള്ളിൽ നോക്കുമ്പോൾ ഇവിടെയും ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കതിൻ്റെ എഞ്ചിനിലുള്ള ഓയിൽ ഓൾറെഡി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ സൈഡിലത്തെ ഓയിൽ സീലൊന്ന് മാറ്റിയിട്ട് ഓയിൽ ലെവൽ കുറവുണ്ട്, അതൊന്ന് ടോപ്പപ്പ് ചെയ്യാം. അത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്ക് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടാറായിട്ടാണ് ഇരിക്കണേ. നിസ്സാരം കൂടി ഓടിക്കഴിഞ്ഞാൽ പൊട്ടും എന്നുള്ള കണ്ടീഷനാണ് നിൽക്കണേ. ഓൾറെഡി ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിണ്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റിയിടണതാണ് സേഫ്. കാരണം അതല്ലെങ്കിൽ പിന്നെ ബെൽറ്റ് പൊട്ടിയ കേസും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കയറ്റേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എന്തായാലും ഞാൻ ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് കൊടുത്തൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.